ഇതിലെ ആക്ഷേപത്തിന് വിധേയനായ രണ്ടാമത്തെ ഉദ്യോഗസ്ഥനും ഇതിനു മുമ്പും വളരെ അധികം ഇത്തരത്തിലുള്ള മോശം പെരുമാറ്റത്തിൻ്റെ ആക്ഷേപം നേരിട്ട ആളാണ്. എനിക്ക് തന്നെ വ്യക്തിപരമായി അറിയാവുന്ന ഒരു കാര്യം, പ്രതിപക്ഷ നേതാവായിരുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ്റെ പുതിയുഗ യാത്ര കുണ്ടറയിൽ വന്നപ്പോൾ കോൺഗ്രസിൻ്റെ DCC സെക്രട്ടറിയായ രഘു പാണ്ഡവപുരത്തെ ഒരു കാരണവുമില്ലാതെ മർദ്ദിച്ച് അദ്ദേഹത്തിൻ്റെ മൂക്കിൽ നിന്നും ചോരയൊക്കെ വന്ന് ഒരു വിധത്തിൽ ഞാൻ അവിടെ ഒരു സംഘർഷം ഒഴിവാക്കി. ഇത്രയൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടി പ്രവർത്തകർ പ്രകോപിതരാകും. ഞാൻ ആ ഭവനത്തിൽ പോയിരുന്നു, അദ്ദേഹത്തിൻ്റെ പിതാവിനായിട്ട് സംസാരിച്ചിരുന്നു, ബന്ധുക്കളുമായിട്ട് സംസാരിച്ചിരുന്നു. അത് സംബന്ധിച്ച് ഒരു പോലീസുകാരനെതിരെ നടപടി ഇന്നലെ ഉണ്ടായിട്ടുണ്ട്, സസ്പെൻഷൻ. ഒരാൾക്കെതിരെ കൂടി ആക്ഷേപം കുടുംബം ഉന്നയിച്ചിട്ടുണ്ട്. ക്രൈംബ്രാഞ്ചിൻ്റെ ജില്ലാ യൂണിറ്റാണത് ഇപ്പോൾ അന്വേഷിക്കുന്നത്. അന്വേഷണം നടക്കുന്ന സമയത്ത് അന്വേഷണത്തിനകത്തൊരു കാര്യം ഞാൻ പറയുന്നത് ഉചിതമല്ല. അത് എങ്ങനെ പറഞ്ഞാലും അന്വേഷണത്തെ സ്വാധീനിക്കാൻ ഞാൻ ശ്രമിച്ചു എന്നാകും. പക്ഷേ എനിക്കതിനെക്കുറിച്ചൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. അത് ഞാൻ മാധ്യമങ്ങളോടും ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയോടും പറഞ്ഞിരുന്നു. ഇതിലെ ആക്ഷേപത്തിന് വിധേയനായ രണ്ടാമത്തെ ഉദ്യോഗസ്ഥനും ഇതിനു മുമ്പും വളരെ അധികം ഇത്തരത്തിലുള്ള മോശം പെരുമാറ്റത്തിൻ്റെ ആക്ഷേപം നേരിട്ട ആളാണ്. എനിക്ക് തന്നെ വ്യക്തിപരമായി അറിയാവുന്ന ഒരു കാര്യം, പ്രതിപക്ഷ നേതാവായിരുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ്റെ പുതിയുഗ യാത്ര കുണ്ടറയിൽ വന്നപ്പോൾ കോൺഗ്രസിൻ്റെ DCC സെക്രട്ടറിയായ രഘു പാണ്ഡവപുരത്തെ ഒരു കാരണവുമില്ലാതെ മർദ്ദിച്ച് അദ്ദേഹത്തിൻ്റെ മൂക്കിൽ നിന്നും ചോരയൊക്കെ വന്ന് ഒരു വിധത്തിൽ ഞാൻ അവിടെ ഒരു സംഘർഷം ഒഴിവാക്കി. ഇത്രയൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടി പ്രവർത്തകർ പ്രകോപിതരാകും. ഞാൻ വളരെ പ്രയാസപ്പെട്ട് സംഘർഷം ഒഴിവാക്കിയിട്ടാണ് ആ പരിപാടി അവിടെ നടത്തിയത്. ഞങ്ങൾക്ക് പരാതി ഉണ്ടായിരുന്നു ഈ പോലീസുകാർക്ക്. ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഇപ്പോൾ അവിടെ ഇല്ല. അദ്ദേഹത്തെ ഈ ഇഷ്യൂ വരുന്നതിന് മുമ്പ് തന്നെ സ്ഥലം മാറ്റിയിരുന്നു. മറ്റു രൂപത്തിൽ ഉള്ള സ്വാഭാവിക നടപടിയുടെ ഭാഗമായിട്ട് മാറിയിരുന്നു. പക്ഷേ ഇയാൾക്കെതിരെ ഈ ഒരു പരാതി ഞങ്ങൾക്കുണ്ടായിരുന്നു. ഉത്സവപ്പറമ്പിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത ചില ആളുകൾക്ക് നേരെ മോശം പെരുമാറ്റം ഉണ്ടായിരുന്ന നിലയിൽ മറ്റൊരു പരാതി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കേസ് പോലീസ് അന്വേഷിക്കട്ടെ, അന്വേഷിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങൾ പുറത്തു വരട്ടെ. പക്ഷേ ഇയാൾക്കെതിരെ നിലവിൽ മോശം പെരുമാറ്റത്തിൻ്റെ ചരിത്രമുള്ള ആളാണ് എന്ന് പറയുന്നതിന് എനിക്ക് യാതൊരു മടിയില്ല. ഞാനത് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയോട് ആ കാര്യം സൂചിപ്പിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ കസ്റ്റഡി എടുത്തതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുടെ ലംഘനത്തിൻ്റെ പേരിൽ ഒരാൾക്കെതിരെ ആഭ്യന്തര വകുപ്പ് നടപടിയെടുത്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ ജില്ലാ ക്രൈംബ്രാഞ്ചിൻ്റെ യൂണിറ്റിൻ്റെ അന്വേഷണം നടക്കുകയാണ്. അന്വേഷണത്തിന് ശേഷം ആഭ്യന്തര വകുപ്പ് അതിന്മേലും ഒരു തീരുമാനം എടുക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.